ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 6ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ മൂന്നാമത്തെ പാഠം വഹദത്തു സാലിസ് എന്താണ്? ഫസ്തഇദ് ബില്ലാ, നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക എന്നാണ്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഉപ്പ മസ്ജിദിൽ നിന്ന് വന്നപ്പോൾ സുഹൈല മോള് മുസല്ലയിലിരുന്ന് ഖുർആൻ ഓതുകയായിരുന്നു. ഉപ്പക്ക് സന്തോഷമായി. അല്പം നേരം ഖിറാഅത്ത് ശ്രദ്ധിച്ച ശേഷം ഉപ്പ പറഞ്ഞു, ഖിറാഅത്തിന്റെ ചില അദബുകൾ മോള് ശ്രദ്ധിച്ചില്ല അല്ലേ? കിബിലക്ക് അഭിമുഖമായി ഇരുന്ന് നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനത്തോടെ മുസ്ഹഫ് പിടിച്ച് എല്ലാ അദബുകളും പാലിച്ചാണല്ലോ ഞാൻ ഖുർആൻ ഓതുന്നത്. സുഹൈല ഉപ്പയുടെ മുഖത്തു നോക്കി. ഉപ്പ, മോളെ, ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യണം. ഹദ്റിനേക്കാളും തദ്വീറിനേക്കാളും പുണ്യം ലഭിക്കുക തർത്തീലായി പാരായണം ചെയ്യുമ്പോഴാണ്. സുഹൈല: അതേ ഉപ്പ, കഴിഞ്ഞ ദിവസം ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, ഞാൻ അത് മറന്നുപോയി. ഉപ്പ: മോളെ, വേറെയും ധാരാളം അദബുകൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാവധാനം പാരായണം ചെയ്യുക. ഹദർ എന്ന് പറഞ്ഞാല് വേഗത്തിൽ ഓതുക, വേഗത്തിൽ. പിന്നെ തദ്വീർ മധ്യനിലയിൽ, വേഗത്തിലും അല്ല സാവധാനം അല്ലാത്ത രീതിയിൽ ഓതുന്നതിനാണ് തദ്വീർ എന്ന് പറയുന്നത്. അപ്പോൾ ഹദർ വേഗത്തിൽ, തദ്വീർ മധ്യനിലയിൽ. അപ്പൊ ഏത് നിലയാണ് നമ്മൾ ഖുർആൻ പാരായണത്തിൽ സ്വീകരിക്കേണ്ടത്? സാവധാനം പാരായണം ചെയ്യുന്ന തർത്തീലാണ് നാം ഖുർആൻ പാരായണത്തിൽ സ്വീകരിക്കേണ്ടത്. മധ്യനിലയേക്കാളും വേഗത്തിൽ ഓതുന്നതിനേക്കാളും നമ്മൾ സ്വീകരിക്കേണ്ടത് തർത്തീലായി പാരായണം ചെയ്യണം, സാവധാനം. അല്ലാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കുകയും അദാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല പോലുള്ള തസ്ബീഹിന്റെ ആയത്തോതുമ്പോൾ സുബ്ഹാനല്ലാ എന്ന് ചൊല്ലണം. സൂറത്തു തീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബലാ വ അന അലാ ദാലിക മിനശ്ശാഹിദീൻ എന്നും സൂറത്തുൽ ആഷിയയിൽ സുമ്മ ഇന്ന അലൈന ഹിസാബുഹും എന്ന് ഓതിയാൽ അല്ലാഹുമ്മ യസ്സിർ അലൈന ഹിസാബന എന്നും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നും ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പോൾ ഈ ഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ല പോലുള്ള തസ്ബീഹിൻ്റെ ആയത്ത് ഓതുമ്പോൾ എന്ത് ചൊല്ലണം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിൽ ഈ പാരഗ്രാഫ് നന്നായി പഠിക്കാം. മോളെ, ഇനിയും ധാരാളം അദബുകൾ പാലിക്കാനുണ്ട്. ഉപ്പ ഒന്നുകൂടി പറഞ്ഞു തരാം. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഈ സുജൂദിന്റെ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും മോൾക്ക് അറിയാമല്ലോ? അറിയാം. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഹാലികീൻ എന്നല്ലേ തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലേണ്ടത്? ഉപ്പ: അതേ മോളെ, ഒരാൾക്ക് ഈ ദിക്ർ മനപ്പാടമില്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലിയാലും മതി. അപ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ അത് മനപ്പാടമില്ലെങ്കിൽ നമ്മൾ സാധാ സുജൂദ് ചെയ്യുമ്പോൾ ചൊല്ലുന്ന ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലിയാലും മതി. അദബുകൾ പാലിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് തരട്ടെ, ആമീൻ. അപ്പം നമുക്ക് തദ്രിബാത്ത് നോക്കാം. പാഠഭാഗത്ത് പറഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കാം. ആദ്യം നഖ്റ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാനാണ്. തർത്തീൽ സാവധാനം പാരായണം ചെയ്യുക. തദ്വീർ മധ്യനിലയിൽ പാരായണം ചെയ്യുക. ഹദർ വേഗത്തിൽ പാരായണം ചെയ്യുക. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് അടുത്ത എന്താണ് വരുന്നത്? കോളത്തിൽ ശരി അടയാളപ്പെടുത്തണം. ഖുർആൻ വേഗത്തിൽ പാരായണം ചെയ്യൽ എന്താണ്? ഹദറാണ്. ഖുർആൻ വേഗത്തിൽ പാരായണം ചെയ്യൽ ഹദറാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. തർത്തീലും തദ്വീറൊക്കെ എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുപോലെ ചോദ്യം വന്നാൽ മനസ്സിലാക്കാൻ കഴിയണം. എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് എന്താ പറയുന്നത്?
ഖുർആനിലെ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുകൾ 14 ആയത്തുകളാണ് ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്തുകൾ. അടുത്തത് റഹ്മത്തിനെ പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കണം. അപ്പോൾ ഇത് എഴുതാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ ആ പാരഗ്രാഫൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലുള്ള ടിക്ക് ദ കറക്റ്റ് ആൻസർ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണത്. അടുത്ത നുജുബ് കലിമാത്തിൽ വാഹിദ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഖുർആൻ പാരായണത്തിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന രീതി ഏതാണ്? തർത്തീൽ, സാവധാനത്തിൽ ഓതുക. അപ്പോൾ അവിടെ തർത്തീൽ എന്ന് എഴുതാം. ഇവിടെ മുകളിൽ നോക്കി എഴുതിയാൽ മതി, തർത്തീൽ. അടുത്തത് മധ്യനിലയിലുള്ള ഖുർആൻ പാരായണത്തിന് പറയുന്ന പേരെന്ത്? മധ്യനിലയിലുള്ള ഖുർആൻ പാരായണത്തിന് തദ്വീർ എന്നാണ്. സാവധാനം ഓതുന്നതിന് തർത്തീൽ എന്നും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കിയിട്ട് മേലെ നോക്കിയിട്ട് എഴുതട്ടോ, മാറിപ്പോകരുത്. ഏത് സൂറത്ത് പാരായണം ചെയ്താലാണ് ബലാവാന ലാ ദാലിക മിനശാഹിദീൻ എന്ന് പറയേണ്ടത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതാണ് സൂറത്തു തീന് പാരായണം ചെയ്ത് കഴിഞ്ഞാലാണ് ബലാവാന ദാലിക മിനശാഹിദീൻ എന്ന് പറയേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ആ ചോദ്യം കാണാതെയാണ് നിങ്ങളോട് ഈ പാഠഭാഗം വായിക്കുമ്പം തന്നെ അങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ തദ്രിബാത്തിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ബാക്കിയെല്ലാം വരുന്ന രീതിയിൽ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ 3 എഴുതുക. ഖുർആൻ പാരായണത്തിന് നിരവധി അദബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 3ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിൽ തന്നെ ഒരുപാട് അദബുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 അദബുകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് കിബിലക്ക് അഭിമുഖമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് എന്ത് എഴുതാം? കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക. പിന്നെന്താ? നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം ധരിക്കുക. പിന്നെന്താണ്? മുസ്ഹഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക. മുസ്ഹഫ് പിടിച്ച എല്ലാ അദബുകളും പാലിച്ചു. അപ്പോൾ മുസ്ഹഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക, അതൊരു അദബാണ്. പിന്നെന്താണ്? വുളൂ ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക, തുടക്കത്തിൽ ഔദു ബിസ്മി എന്നിവ ചൊല്ലുക, സജദയുടെ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യുക, ഓത്തു നിർത്തിയാൽ സദഖല്ലാഹുൽ അലീം എന്ന് പറയുക. അങ്ങനെ ഒരുപാട് അദബുകൾ നമ്മൾ പഠിച്ചത് തന്നെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് സൂറത്തുൽ ആഷിയ പാരായണം ചെയ്താൽ എന്തു ചൊല്ലണം? അപ്പോൾ ഇത് ആ ഭാഗത്തു നിന്നാണ് ഈ ചോദ്യങ്ങൾ 3 വന്നത്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എന്തു ചൊല്ലണം? സജദ തിലാവത്തിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? അപ്പോൾ ഇതൊക്കെ ഞാൻ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ആഷിയ പാരായണം ചെയ്താൽ എന്തു ചൊല്ലണം എന്നുള്ളത് നോക്കാം. സൂറത്തുൽ ആഷിയയിലെ സുമ്മ ഇന്ന അലൈന ഹിസാബുഹും എന്ന് ഓതിയാൽ, ഇത് ഹിസാബിൻ്റെ ആയത്താണ്, അദാബിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. അപ്പോൾ അവിടെ നമ്മൾ കാവൽ തേടണം. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ യസ്സിർ അലൈന ഹിസാബന, അതാണ് അതിൻ്റെ ആൻസർ. അല്ലാഹുമ്മ യസ്സിർ അലൈന ഹിസാബന. അതുപോലെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട് എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പം അത് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെ ചൊല്ലല് സുന്നത്താണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ല് സുന്നത്താണ്. അടുത്തത് സജദ വജ്ഹിയ ലില്ലദി ഹലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ. ഇതാണ് അവസാനത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്കവിടെ അത് എഴുതാം. പിന്നെ തഹ്സീസ് എന്താണ് ഇവിടെ വരുന്നത്? സൂറത്തുൽ മാഇദ 65-ാമത്തെ ആയത്ത് തൊട്ട് 108-ാമത്തെ ആയത്ത് വരെ തർത്തീലായിട്ട്, അതായത് സാവധാനം തജ്വീദ് നിയമത്തോട് കൂടിയിട്ടൊക്കെ പാരായണം ചെയ്യാനാണ്. അടുത്തത് മനപ്പാഠമാക്കാൻ സൂറത്തു തീന് വസൂറത്തുൽ മുൽക്ക്. സൂറത്തു തീനും സൂറത്തുൽ മുൽക്കും 9 മുതൽ
7 മുതൽ 9 ആയത്ത് വരെ 7 മുതൽ 9 ആയത്ത് വരെ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ മനഃപ്പാഠമാക്കണം. എന്തായാലും 6ാം ക്ലാസ്സിൽ മുൽക്ക് സൂറത്ത് മുഴുവനായിട്ട് കാണാതെ പഠിക്കാനുള്ളതാണ്. പിന്നെ ചെറിയ സൂറത്ത് ഈനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ മുതൽ പഠിച്ചു വന്നതാണ്. 6ാം ക്ലാസ്സിൽ മുൽക്ക് നിർബന്ധമായിട്ടും എക്സാമിന് ചോദിക്കുന്നൊരു സൂറത്താണ്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ 3ാമത്തെ പാഠം വർക്കും അവസാനിച്ചു. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.